വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ തിരുവചനങ്ങൾ. ദൈവവിളിക്ക് പല കാരണങ്ങളും പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. കുടുംബ സാഹചര്യമാവാം, കുടുംബാംഗങ്ങളോ ബന്ധുജനങ്ങളോ ആയ സമർപ്പിതരുടെ സ്വാധീനമാകാം, ഇടവക ദേവാലയത്തിൻ്റെ ഭാഗഭാഗിത്വമാവാം, അല്ലെങ്കിൽ ഇടവക വികാരിയുടെയോ മറ്റേതെങ്കിലും സന്യസ്തരുടെയോ സ്വാധീനമാവാം. എന്നാൽ ഇതേ സാഹചര്യത്തിൽ ജീവിച്ചു കടന്നുപോയ എല്ലാവരും സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തിട്ടില്ല എന്നത് ഇവയൊന്നും ദൈവവിളിയുടെ പ്രധാന കാരണമല്ലെന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. യേശു ഇഷ്ടപ്പെട്ട് വിളിച്ചവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക. ശിഷ്യത്വത്തിൻ്റെ പരമപ്രധാനമായ പ്രതികരണത്തെ ഇത് സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ വിളിയോട് സഹകരിച്ച് പ്രത്യുത്തരം നൽകുന്നവരാണ് യഥാർത്ഥ ശിഷ്യർ. അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനുമായിട്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.